ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകണ വലിയ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള വഴിയുണ്ട് ഈ കാണുന്നതൊക്കെ. നല്ല മഴ പെയ്തിട്ട് ആകെ മഴയത്തോട്ടൊക്കെ വിളിച്ചിരിക്കണം. അപ്പോൾ സ്ഥലങ്ങൾ കാണപ്പെട്ട മണ്ണിടിച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ പന വന്നു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തി തുടങ്ങിയെന്ന്. അങ്ങനെ പാലക്കാട് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കോയമ്പത്തൂർ ബസ് പിടിക്കാനായിട്ട് മുന്നേ ഉണ്ണികളൊക്കെ വാഷ്റൂമിൽ കൊണ്ടുപോയി. കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ കയറിയതിന് ശേഷം ഉണ്ണികൾക്ക് കുറഞ്ഞ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടാം. അപ്പോൾ ഉണ്ണികൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ണികൾക്ക് ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ. അപ്പൂസ് ഇപ്പോഴും ഉറങ്ങാതിരിക്കട്ടെ, അമ്പാടിക്കണം നല്ല ഉറക്കാണ്. അപ്പൂസ് കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാടിൻ്റെ മണ്ണിലെത്തുന്ന മനസ്സിലായത് ഇങ്ങനത്തെ പനിയൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഷോളയാർ ഡാം കഴിഞ്ഞ് പോയത് അറിഞ്ഞത്. അപ്പോൾ അതെനിക്ക് പകർത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. അപ്പോൾ ഉക്കടാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. ഉക്കടത്ത് ഇറങ്ങിയിട്ട് ഒപ്പനക്കര സ്ട്രീറ്റിലാണ് നമുക്ക് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരുപാട് ഷോപ്പ് അവിടെയാണ്. ഇത് ഗണപതി സിൽക്സ്, പോത്തീസ്, ചെന്നൈ സിൽക്സ്, SPTT. നമുക്ക് ഗണപതി സിൽക്സിലാണ് ഈ കാണുന്നത്. ഗണപതി സിൽക്സിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ പോത്തീസിലൊന്നും രാവിലെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ പോത്തീസിൽ കയറാഞ്ഞത് കാരണം പോത്തീസ് നമ്മൾ റിട്ടേൺ വരുന്നതിൻ്റെ അവിടെ ആദ്യം തന്നെയാണ്. അത് കാരണം നമ്മൾ തിരിച്ച് വരുമ്പോൾ കറന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൂസിന് ഉറക്കം വരുന്ന കാരണം അപ്പൂസ് വലിച്ചെൻ്റെ മേത്ത് കയറി കിടന്നു കേട്ടോ. പിന്നെ അപ്പം തന്നെ എണിപ്പിച്ചു നമ്മൾ. പിന്നെ നമ്മളിത് ഈ ചുരിദാറിൻ്റെ പീസ് എടുക്കാൻ കയറി 4 പീസ് 800 രൂപ. പിന്നെ സിംഗിൾ പീസ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാരി എടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ തന്നെ ഈ പാവക്കൂത്തിൻ്റെ അടുത്തേക്ക് അപ്പൂസിനെ അമ്പാടിക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ ജഗൻ ചേട്ടനാട്ടോ കൊണ്ടുപോകണം. ജഗനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ജഗനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഡ്രസ്സ് എടുത്തു കിട്ടാം. അപ്പോൾ ഈ പാവ എന്നെ കണ്ടുകൂടിയിട്ട് അപ്പൂസിനും അമ്പാടിനും വീഡിയോ എടുക്കണുണ്ടപ്പോൾ തൂക്കിയെടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഞാനത് എടുത്തു. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ധീരജ് ലാൽ എന്നുള്ളൊരു നോർത്ത് ഇന്ത്യൻ മിഠായി കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ വലിയ മുന്നേ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാൽ ഈ റൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയച്ഛന് ഒരുവിധം ഷോപ്പും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ നമ്മൾ വലിയച്ഛൻ നമ്മളെയും കൊണ്ടുപോയി കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുപ്പിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ്. അപ്പോൾ വലിയച്ഛനായിട്ട് അളവ് നോക്കണം. എനിക്ക് വയ്യാണ്ടായി. ഉണ്ണിയോളെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഉണ്ണിയോളെ കിടന്ന് ഓടി കളിക്കുന്നു. അപ്പോൾ വലിയച്ഛന് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നാണം വന്നപ്പോൾ വലിയച്ഛൻ എസ്കേപ്പ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പോത്തീസിലെത്തിയിട്ടാണ്. നമ്മൾ അപ്പൂസിന് ഒരു 9 മാസമൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പോത്തീസിൽ വന്നിട്ട്. പിന്നെ അപ്പൂസിന് ഇപ്പോൾ 6 വയസ്സായപ്പോഴാണ് തിരിച്ച് വരുന്നത്. തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോയത്. അങ്ങനെ പോത്തീസിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുത്തു. അപ്പൂനും അമ്പൂനും ഡ്രസ്സ് എടുത്തു. പിന്നെ ഇമ്മാതിരി സാധനം നമുക്ക് വേണ്ട കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ പെൺകുട്ടികളുടെ ഉടുപ്പ് കാണുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ തിരിച്ചിറങ്ങുന്ന നേരത്തെ തിരക്കാണ്ട് ഈ കാണുന്നത്. നല്ല തിരക്കായിട്ട് ഒരു 6:45 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 7:15 നമ്മൾ ബസ്സിനെ തിരിച്ച് കയറുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും പാലക്കാട് വന്നിറങ്ങി. പാലക്കാട് നമുക്ക് മിന്നൽ എന്ന് പറഞ്ഞ ബസ്സുണ്ട്, KSRTC. 5 സ്റ്റോപ്പുള്ളൂ. അത് എവിടേക്കാ തിരുവനന്തപുരം പോണ ബസ്സാണ്. 5 സ്റ്റോപ്പ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുന്നവരായിട്ട് ഈ കാണുന്നത്. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ നിന്ന് കുറേ ചീത്ത കേട്ടു. ഇത്ര നേരമാവെന്ന് പറഞ്ഞില്ല എന്നോടൊന്നൊക്കെ വന്നിട്ട് അമ്മ കുറച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ കണ്ണമ്മൻ പോവുമായിരുന്നു. ചേട്ടൻ്റെ അവൻ പോണ കാരണം അവൻ്റെ ബെയിലേക്ക് കുറേ മാറ്റി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോസിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മളെല്ലാവരും സംതൃപ്തിയായിട്ട് നമ്മുടെ ഓൺ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഒരുവിധം. അപ്പോൾ അതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു. ഈ വണ്ടിയുടെ ഫെയറും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും ഒരാൾക്ക് ഏകദേശം നമുക്ക് 346 രൂപയാണ് കേട്ടോ പോക്ക് വരവിന് ചിലവായിട്ടുള്ളൂ. താങ്ക് യു.